എല്ലാവർക്കും ചമൻ മെഹന്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ബേസിക് ഹെന്ന എലമെൻറ്റ്സ് ആണ്. അതായത് ഒരു ബ്രൈഡൽ മെഹന്തി ആർട്ടിസ്റ്റ് ആവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹെന്ന ഡിസൈനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റാണ് ലൈൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ മുഴുനീളം വരുന്ന ഒരു എലമെൻ്റാണ് ഈ ലൈൻസ്. അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ഇനി ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം മൈലാഞ്ചി ഒന്ന് സർഫസിൽ മുട്ടിച്ചിട്ട് പിന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യണം. അത് നമ്മൾ സർഫസിൽ ടച്ച് ചെയ്തുകൊണ്ടിട്ടല്ല ലൈൻ വരയ്ക്കേണ്ടത്. അങ്ങനെ വരയ്ക്കുന്നത് തെറ്റാണ്. നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ആദ്യം സർഫസിലൊന്ന് മുട്ടിച്ചിട്ട് പിന്നെ ഒന്ന് നമ്മുടെ മൈലാഞ്ചി ലിഫ്റ്റ് ചെയ്യണം, എന്നിട്ട് ഡ്രാഗ് ചെയ്തെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ ലൈൻ ഇതുപോലെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിൽ ടെൻഷനാകൊന്നും വേണ്ട. നിങ്ങൾ വരയ്ക്കുന്ന ലൈൻ ഫുള്ളായിട്ട് വരയ്ക്കുക, എന്നിട്ട് ബ്രേക്ക് ചെയ്ത സ്ഥലത്തൊന്ന് ഫില്ലാക്കി കൊടുക്കുക. ഇത്ര ചെയ്യേണ്ടതേ ഉള്ളൂ. നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സാവധാനം ചെയ്യാൻ നോക്കണം, എന്നാലേ പെർഫെക്ഷൻ വരുള്ളൂ. സ്പീഡിൽ ചെയ്താൽ പെർഫെക്ഷൻ വരികയില്ല. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് എപ്പോഴും സാവധാനം ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നതാണ് മൾട്ടിപ്പിൾ ലൈൻസ്. വേറൊന്നുമല്ല, നമ്മുടെ ലൈൻ തന്നെയാണ്. ലൈന് ഒരു 3-4 ലൈൻസ് ഒരു കൂട്ടായിട്ട് വരക്കുന്നതാണ് ഈ മൾട്ടിപ്പിൾ ലൈൻസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരാളുടെ കയ്യിൽ മൈലാഞ്ചി ഇടുമ്പോൾ ലൈൻസ് ഇതുപോലെ അടുത്തടുത്തിടേണ്ടി വരും. ഒരു ചെറിയ ഡിസ്റ്റൻസിൽ കുറേ ലൈൻസ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും ബോർഡേഴ്സൊക്കെ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഒരു ലൈൻ വരച്ച് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലൈൻ വരക്കും. സെയിം ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു 2-3 ലൈൻസ് ഇതുപോലെ വരയ്ക്കുക. ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈൻസും നമ്മൾ ബിഗിനേഴ്സ് എപ്പോഴും പ്രാക്ടീസ് ചെയ്തിരിക്കണം. എന്നാലുള്ളൂ നമ്മളുടെ ഡിസൈൻ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരേ ഡിസ്റ്റൻസിൽ ലൈൻസ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അത് വേവി ലൈനാണ്. അതായത് ലൈൻ നമ്മളിപ്പോൾ വരച്ചു പഠിച്ചു, അപ്പോൾ ഒന്ന് വേവാക്കി വരച്ചു നോക്കണം. നമ്മൾ ഇതുവരെ ലൈൻ വരച്ച മെത്തേഡ് തന്നെയാണ് വേവിന് ഉപയോഗിക്കുന്നത്. ആദ്യം സർഫസിലൊന്ന് മുട്ടിച്ചിട്ട് പിന്നെ ലിഫ്റ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഈ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേവിൻ്റെ ആകൃതിയിൽ വരണം എന്നുള്ളതാണ്. ഓരോ വേവ് നമ്മൾ ആ ഒരു കുന്നും കുഴിയും വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗമെത്തുമ്പോൾ ഒന്ന് നമ്മൾ സർഫസിൽ ടച്ച് ചെയ്യിക്കണം. എന്നിട്ട് പിന്നെ അടുത്ത മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം താഴോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ ചെയ്യണം. അപ്പോഴാണ് വേവിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ. പല സൈസിലുള്ള വേവ് നമുക്ക് വരയ്ക്കാം. ഇനിയാണ് നമ്മൾ നോക്കുന്നത് തിക്ക് ലൈന്. ലൈൻസ് പഠിച്ചു കഴിഞ്ഞാൽ തിക്ക് ലൈൻ വരയ്ക്കാൻ വളരെ ഈസിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ 2 ലൈൻസ് വരക്കണം. ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് 2 ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരേ പ്രഷറിൽ നമ്മൾ മെഹന്തി അപ്ലൈ ചെയ്യുമ്പോൾ തിക്ക് ലൈൻ റെഡിയാവും. ഇവിടെ നമ്മൾ പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി പഠിക്കണം. ഒരു പ്രഷറിൽ സ്റ്റാർട്ട് ചെയ്താൽ സെയിം പ്രഷർ തന്നെ ആയിരിക്കണം മുഴുനീളം നമ്മൾ തിക്ക് ലൈനിൽ കൊടുക്കേണ്ടത്. പ്രഷർ കൂട്ടി കുറച്ച് അങ്ങനെ കൊടുക്കാൻ പാടില്ല. പ്രഷർ വേരിയേഷൻ വന്നാൽ ഡിസൈനിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി നഷ്ടമാവും. അതുപോലെ തന്നെ മൈലാഞ്ചി റിമൂവ് ചെയ്തതിന് ശേഷം വരുന്ന സ്റ്റെയിനിലും ഈ ഒരു വ്യത്യാസം വരും. പ്രഷർ കൂടിയെടുത്ത് നല്ല സ്റ്റെയിനും അല്ലാത്തടത്ത് സ്റ്റെയിൻ കുറവായിരിക്കും. പ്രാക്ടീസ് ചെയ്ത് പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ല കാര്യം. തിക്ക് ലൈൻസൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നതാണ് റൗണ്ട്. നമ്മൾ ലൈനൊക്കെ വരച്ച പോലെ തന്നെയാണ് റൗണ്ടിൻ്റെ സർഫസിലൊന്ന് തട്ടിച്ചിട്ട് പിന്നെ ലിഫ്റ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഈ മെത്തേഡ് തന്നെയാണ്. നമ്മളിതിൽ ഡ്രാഗ് ചെയ്യുമ്പോൾ റൗണ്ട് ഷേപ്പ് ആവണം എന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഈ വരച്ചപ്പോൾ കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെയ്യുന്നത് ഒരു ഡോട്ടായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പ്രഷർ കൊടുക്കാതെ ജസ്റ്റ് ഒരു ലൈൻ വരക്കുന്ന പോലെ തന്നെ വരക്കാൻ പാടുള്ളൂ. പ്രഷർ കൂടുമ്പോഴാണ് ഫസ്റ്റത്തെ ഒരു ഡോട്ട് വരുന്നത്. അങ്ങനെ വരാതെ വേണം നമ്മൾ റൗണ്ട് വരക്കാൻ. അത് റൗണ്ട് വരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല സൈസിലുള്ള റൗണ്ട് പ്രാക്ടീസ് ചെയ്യണം. ചെറുതും വലുതും. നമ്മളെ ഈ ഒരു ഡോട്ട് ഉണ്ടല്ലോ, ഫസ്റ്റ് വരയ്ക്കുമ്പോൾ വരുന്ന ആ ഡോട്ട്, അതില്ലാതെ വരക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പല സൈസിലും പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴന്നെയാണ് ഈ റൗണ്ടൊക്കെ ക്ലിയർ ആയിട്ട് വരുള്ളൂ. പെർഫെക്റ്റായിട്ട് റൗണ്ട് വരക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെഹന്തി ഡിസൈനിൽ ഇന്ത്യനിലും അറബിക്കിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കുന്ന സ്വേൾ വരക്കാൻ എളുപ്പമായിരിക്കും. സ്വേൾ, സ്പൈറൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം വരയ്ക്കാൻ ആദ്യം നമ്മൾ ഒരു റൗണ്ടാണ് വരക്കുന്നത്. ആ റൗണ്ട് നമ്മൾ തുടങ്ങിയോടത്ത് തന്നെ ഒന്ന് ടച്ച് ചെയ്തിട്ട്
പിന്നെ ഉള്ളിലേക്കായിട്ട് റൗണ്ട് വരച്ചിട്ടാണ് സ്വേൾ കംപ്ലീറ്റ് ചെയ്യുക. വളരെ സാവധാനം ചെയ്താലാണ് ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. സ്പീഡിൽ ചെയ്യുമ്പോൾ ഒക്കെ തന്നെ പെർഫെക്ഷൻ പോകും. ഒരു ബിഗിനർ ആണെങ്കിൽ ഏറ്റവും സാവധാനത്തിൽ ചെയ്ത് ക്ലിയർ ആക്കുക തന്നെ വേണം. നമ്മൾ ഉള്ളിലെത്തി കഴിയുമ്പോൾ അതൊരു ഉള്ളിലൊരു ഡോട്ടാക്കി കൊടുക്കുക. ഇങ്ങനെ റൗണ്ട് വരച്ച് ഉള്ളിലേക്ക് വരക്കുമ്പോഴാണ് സ്വേളിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. ഇത് നമുക്ക് പല സൈസിലും വരക്കാം. വലിയ സ്വേൾ വരക്കാം, ചെറിയ സ്വേൾ വരക്കാം. നമ്മളൊരു ഫില്ലിംഗ് ഒക്കെ ആയിട്ട് സ്വേൾ കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള റൗണ്ടിൻ്റെ എണ്ണമൊക്കെ ഒരേപോലെ ആക്കിയിട്ടൊക്കെയാണ് സ്വേൾ വരക്കേണ്ടത്. ഇപ്പോൾ ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടാകും, നമ്മൾ സ്വേൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരക്കുന്നതിന് പകരം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആക്കിയിട്ട് വരച്ചാൽ ശരിയാവുമോ എന്നുള്ളത്. അങ്ങനെ വരയ്ക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പേഴ്സണലി കുറേ ഇട്ടിട്ടുള്ളതിൻ്റെ ഒരു ഇതിൽ പറയുന്നത്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ റൗണ്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. പുറത്തൊരു റൗണ്ട് വരച്ച് ഉള്ളിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് പുറത്തെ റൗണ്ടും ഉള്ളിലെ റൗണ്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ തന്നെ ഒന്ന് വരച്ച് ശീലിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇതുപോലെ ഏറ്റവും പുറത്തുള്ള റൗണ്ട് ആദ്യം വരച്ചിട്ട് പിന്നെ ഉള്ളിലേക്കായിട്ട് റൗണ്ട് വരയ്ക്കുന്ന സ്പൈറലായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡോട്ട്. ഏറ്റവും സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ഡോട്ട്. നമ്മൾ ഒരു പോയിന്റിൽ മൈലാഞ്ചി കുത്തി നിർത്തിയിട്ട് കുറച്ച് പ്രഷറിൽ മൈലാഞ്ചി അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡോട്ട് വരും. അല്ലാതെ ഇതുപോലെ റൗണ്ട് വരച്ചിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ ഡോട്ടല്ല. നമുക്ക് എവിടെയാണോ ഡോട്ട് വേണ്ടത് അവിടെ മൈലാഞ്ചി കോണ് കുത്തി നിർത്തിയിട്ട് ഒരു സെയിം പ്രഷർ അങ്ങനെ കൊടുക്കുക. അപ്പം നല്ല ഭംഗിയിൽ ഡോട്ട് വരും കേട്ടോ. സെയിം സൈസിൽ വരുന്ന ഡോട്ട് വരക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാനിനിയിപ്പോൾ പറയുന്നത്. നമ്മളൊരു ഡോട്ട് വരക്കുമ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്യുക. അതായത് ഇപ്പോൾ 1 2 3 4 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ സൈസ് നമുക്ക് ശരിയായി കിട്ടും. ഇനി വേറെ ലെങ്ത് സൈസാണ് വേണ്ടതെങ്കിൽ 1 2 1 2 3 1 2 3 4 അങ്ങനെ നമുക്ക് ഈ കൗണ്ടിൻ്റെ എണ്ണം കൂട്ടി വരുന്നതിനനുസരിച്ചത് ഡോട്ടിൻ്റെ സൈസും കൂട്ടിയിട്ട് നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് സൈസിലുള്ള ഡോട്ട്സ് കിട്ടും. പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമ്മൾ ഡോട്ട്സ് അധികവും യൂസ് ചെയ്യുന്നത് ലൈനിലോ അല്ലെങ്കിൽ വേവി ലൈൻസിലൊക്കെയാണ് ഡോട്ട്സ് യൂസ് ചെയ്യുക. പല സൈസിലുള്ളതും നമ്മൾ യൂസ് ചെയ്യും. ചിലപ്പോൾ ലൈൻസിൽ ഒരേ സൈസുള്ള ഇതുപോലത്തെ ഡിസൈനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരേ സൈസിൽ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് ഡോട്ട് ഇടുമ്പോൾ നമുക്കതിൻ്റെ സൈസ് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. ഡോട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരുപോലത്തെ ഡോട്ട് പ്രാക്ടീസ് ചെയ്യാതെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സൈസിൽ ഒരു ലൈനിൽ പല പാറ്റേണിൽ 2 ചെറുത് 1 വലുത്, ഇനി 1 വലുത് 1 ചെറുത് അങ്ങനെ ആക്കിയിട്ടും വേവ്സിലും ഒക്കെ നമ്മൾ ഡോട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ തന്നെയാണ് ഈ ഡോട്ട് പ്രഷർ കൺട്രോളാണ് ഒന്നാമത് ഡോട്ട്. അപ്പോൾ പെർഫെക്റ്റ് ആവണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക വേണം. ഇനി നമ്മളിപ്പോൾ നോക്കിയ സാധനങ്ങൾ വെച്ചിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു റൗണ്ടും അതിൻ്റെ മേലെ ഡോട്ടും വന്നാലുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. കോമൺലി ഫ്ലവറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിസൈനാണിത്. നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഡോട്ട്സ് ഇടുക. ഡോട്ട്സ് ഇടുമ്പോൾ ഒരേ സൈസ് ആവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വലുതും ചെറുതൊക്കെ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ഫ്ലവറൊക്കെയാണ് വരയ്ക്കുന്നെങ്കിൽ എപ്പോഴും ഓഡ് നമ്പർ ഓഫ് ഡോട്ട്സ് റൗണ്ടിൻ്റെ മേലെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ചെറിയ സർക്കിളിൻ്റെ മേലെ എപ്പോഴും 5 ഡോട്ട്സ് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകുക. നിങ്ങൾക്ക് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ചെയ്യാം. ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 5 നമ്പർ ഓഫ് ഡോട്ട് ചെറിയ സർക്കിളിൻ്റെ മേലെ വരുമ്പോഴാണ് ഫ്ലവർ കാണാൻ ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ വരച്ച പോലെ തന്നെ റൗണ്ടിന് പകരം സ്വേളാക്കിയിട്ട് സെയിം ഡോട്ട് പുറത്തിട്ടാലും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് കിട്ടുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ഡിസൈനാണ് ഇതെല്ലാം. വൈൻസിൻ്റെയൊക്കെ ഇടയിലൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഡിസൈൻസാണിത്. അപ്പോൾ റൗണ്ടും സ്വേളൊക്കെ പെർഫെക്റ്റ് ആയതിനു ശേഷം ഇങ്ങനത്തെ ഡിസൈനൊക്കെ വരക്കാൻ ശ്രമിക്കുക. സ്വേൾ വരച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ സെയിം സൈസിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് ആയിട്ടുള്ള ഹംസ് ആണ്. ഈ ഹംസ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയാൽ ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റ് ആവാം. ഇൻട്രിക്കേറ്റ് ഡിസൈൻസിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന എലമെൻ്റാണ് ഈ ഹംസ്. ഹംസ് നമ്മൾ വരയ്ക്കേണ്ടത് വളരെ സാവധാനത്തിൽ
ഒരേ ഹൈറ്റും വിഡ്ത്തും സൈസൊക്കെയുള്ള ഈ റാ നാ എന്നൊക്കെ പറയാവുന്ന രീതിക്കുള്ള ഈ ഒരു സംഭവം വരയ്ക്കുക എന്നുള്ളതാണ് ഹംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ സൈസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാവുന്നത്, നമ്മൾ വരയ്ക്കുന്ന ബേസ് ലൈനിൻ്റെ മേലെയായിട്ട് ഒരു ഡോട്ടഡ് ലൈൻ, അധികം കാണാത്ത രീതിക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരേ ലെങ്ത്തിൽ ഹംസ് കിട്ടാൻ ഇത് സഹായിക്കും. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് സാധാരണ ഹംസ് വരക്കുമ്പോൾ വരുത്തുന്നത്, അതെങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഒരേ ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെയുള്ള ഹംസ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഹംസിൻ്റെ സൈസ്, അതിൻ്റെ ഒരു തടി നമ്മൾ ആദ്യം വരച്ചതിനെക്കാട്ടിയും കുറയും. അപ്പോൾ അത് നമ്മുടെ ഹംസിനെ ഒരു ഭംഗിയില്ലാത്ത രീതിക്കാക്കും. ആ ഒരു സൈസ് മാറ്റം ഹംസിൻ്റെ ഭംഗി കുറയ്ക്കും. അത് ഒരു നീറ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പം നമ്മൾ ആദ്യം കുറച്ച് തടിച്ച് വരച്ചു, പിന്നെ കുറച്ച് മെലിഞ്ഞത് വരച്ചു, അങ്ങനെ വരുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നല്ലോണം ഹംസ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോവും. ചിലപ്പോൾ ചെരിഞ്ഞ് പിന്നീടുള്ളതൊക്കെ ചെരിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നതും തെറ്റാണ്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്യണം. പിന്നെ നമ്മൾ ഒരേ ലെങ്ത്തിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ചിലതൊന്ന് ഹൈറ്റ് കുറയും, ചിലത് ഹൈറ്റ് കൂടും. നമ്മളൊരു കോൺസെൻട്രേഷൻ ഇല്ലാണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച്, ഈ മിസ്റ്റേക്സ് ഒന്നും വരാതെ വളരെ ശ്രദ്ധിച്ച് ഹംസ് വരയ്ക്കുമ്പോൾ ഹംസ് ക്ലിയർ ആയിട്ട് വരും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഹംസ് വരയ്ക്കുമ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രം വരച്ച് ശീലിക്കരുത്. എല്ലാ ഡയറക്ഷനിലും ഹംസ് വരച്ച് ശീലിച്ചാലുള്ളൂ ഒരു കയ്യിൽ വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. സൈഡിലേക്കും താഴേക്കും മേലേക്കും ഒക്കെ നമ്മൾ ഹംസ് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക വേണം. അപ്പോഴാണ് ഈ ഹംസ് ശരിയാവുള്ളൂ. ഹംസ് പെർഫെക്റ്റ് ആയാൽ നമ്മുടെ ഡിസൈന് ഫുൾ പെർഫെക്ഷൻ വരും. എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ലൈൻസും ഹംസും വരച്ച് തുടങ്ങണം. ലൈൻസും ഹംസും എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ പെർഫെക്ഷനിലേക്ക് എത്തും. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ നേരത്തെ റൗണ്ടും ഡോട്ടും വരച്ച പോലെ ഇനി റൗണ്ടും ഹമ്പും വരയ്ക്കുക. ഒരു റൗണ്ട് വരയ്ക്കുക, അതിൻ്റെ മേലെ ഹംസ് വരയ്ക്കുക. ഹംസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ വരച്ചു പോകാം. പിന്നെ നമുക്കൊരു മെത്തേഡ് ഉള്ളത്, ആദ്യം റൗണ്ട് വരയ്ക്കുക. റൗണ്ട് വരച്ചിട്ട് പിന്നെ അതിൻ്റെ 4 സൈഡും ഒന്ന് മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് ഹംസ് വരയ്ക്കുക. അപ്പോൾ ഒരു ഹംസിൻ്റെ സൈസൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനും ലെങ്ത്തും എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഒന്ന് കൂടുതലോ ഇത് തികയാതെ വന്ന് കുത്തിക്കൊള്ളിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. എല്ലാത്തിലും പറഞ്ഞ പോലെ നമ്മൾ ഇതും പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേരിയസ് സൈസുള്ളത്, ചെറുതും വലുതും ഒക്കെ സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ മേലെ ഹംസ് വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഈ റൗണ്ടിൽ വരയ്ക്കുന്നത് നമ്മൾ ലൈനിൽ വരയ്ക്കുന്നതിനെക്കാട്ടിയും കുറച്ച് റിസ്ക്കാണ്. അതിൻ്റെ ഷേപ്പ് മാറാതെയൊക്കെ നോക്കണം, ചെരിയാതെയൊക്കെ നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. നമ്മൾ റൗണ്ടിൽ വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ സ്വേളിലും ഹംസ് വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇത് എല്ലാ അറബിക്കിലും ഇന്ത്യനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവറാണ്. കോമൺലി കാണുന്ന ഫ്ലവറാണ് ഈ സ്വേൾ വരച്ചിട്ട് അതിൻ്റെ മേലെ ഹംസ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം തന്നെ പ്രാക്ടീസ് ചെയ്യണം. സ്വേൾ വരച്ചിട്ട് ഹംസ് വരയ്ക്കുമ്പോഴും നമ്മൾ നേരത്തെ റൗണ്ടിൽ പറഞ്ഞ പോലെ തന്നെ 4 സൈഡും ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ലിയർ ആവുന്നില്ല, എന്തെങ്കിലും കൂടുതൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പം നോക്കിയ കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വലിയ ഫ്ലവർ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നല്ല ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്വേളാക്കുന്നു. സ്വേൾ ഓർ സ്പൈറൽ എന്തും പറയാം കേട്ടോ. അങ്ങനെ സ്പൈറൽ വരച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഹംസ് വരയ്ക്കുന്നു. ഹംസ് വരച്ചിട്ട് അതിൻ്റെ മേലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. സ്വേള്, ഹംസ്, ഡോട്ട്, ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും. നമ്മൾ ഇനി എന്ത് വരയ്ക്കും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴൊക്കെ ഈ എലമെൻറ്റ്സൊക്കെ നമ്മളെ സഹായിക്കും. ഈ ഡോട്ടുള്ള ഹംസ് ഉള്ള ഫ്ലവറൊക്കെ ഫില്ലിങ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്താൽ വേറൊരു ടൈപ്പ് ഫ്ലവറും കിട്ടും. അതായത് സ്പൈറൽ, ഹംസ്. എന്നിട്ട് അതിൻ്റെ മേലെ കൊടുക്കുന്ന ഡോട്ടിനെ നമ്മളൊന്ന് വലുതാക്കി കൊടുക്കുന്നു. ഒരു 2 സൈഡും തിന്നാക്കിയിട്ട് നടുവ് മാത്രം നല്ല ബോൾഡാക്കിയിട്ടുള്ള ഒരു ഡോട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ വേറൊരു ടൈപ്പ് ഫ്ലവറാണ് കിട്ടുന്നത്. ഇത് അറബിക് ഡിസൈൻസിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്.
അതുപോലെ ഫില്ലിങ്സിനൊക്കെ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒറ്റ സ്ട്രെച്ചിൽ ഇടാതെ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടും വരക്കാം, അല്ലെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്തിട്ടും വരക്കാം. ഇനി നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് വൈൻ എന്ന് പറയുന്നത്. ലീഫായിട്ടും അതുപോലെ വൈൻസ് ഡിസൈൻസിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ഈ വൈന്. ഇത് നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്തിട്ടാണ് മെയിനായിട്ട് വരയ്ക്കുന്നത്. ആദ്യം ഒരു തിൻ ലൈൻ, പിന്നെ അതൊന്ന് തിക്കാക്കുക, എന്നിട്ട് അതിൻ്റെ അറ്റത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഒന്നുകൂടി തിന്നാക്കുക. പ്രഷർ കൺട്രോളാണ് ഇതിൻ്റെ മെയിൻ. നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്തിട്ട് തിന്ന് ഈ ഒരു മെത്തേഡ് ആണ് നമ്മളിതിന് സ്വീകരിക്കേണ്ടത്. ബിഗിനേഴ്സിന് ഇത് പെർഫെക്ഷൻ വരുത്താൻ വേണ്ടിയിട്ടൊരു ട്രിക്കുണ്ട്. ആദ്യം നമ്മൾ നല്ലൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് പോയിൻറ്റഡ് ആക്കി കൊടുക്കുക. ഇങ്ങനെ പോയിൻറ്റഡ് ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഹെന്ന കോണിൽ നിന്ന് ഹെന്ന പുറത്തേക്ക് വരരുത്. നമ്മളുടെ ഡോട്ടിൽ നിന്നുള്ള മൈലാഞ്ചിയാണ് നമ്മൾ പോയിൻറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈൻസ് കിട്ടും. നോർമലി ബ്രൈഡൽ ഡിസൈൻസിലൊക്കെ വരുന്ന ഗ്രിഡ്സ് നമ്മൾ ഈ വൈൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രഷർ കൺട്രോളിങ് പഠിച്ചു കഴിഞ്ഞാൽ ഈ വൈൻ വരയ്ക്കാൻ വളരെ ഈസിയാണ്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഡിസൈൻസൊക്കെ തീർക്കാൻ ഈ വൈന് യൂസ്ഫുള്ളാകും. പ്രഷർ കൺട്രോളിങ് പഠിക്കണം, അത് നിർബന്ധമാണ്. പ്രഷർ കൺട്രോളിങ് നിങ്ങൾക്ക് ശരിയാവുന്നില്ല എങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാം. ഡോട്ട്സ് ഇട്ടിട്ടുള്ളത്, ഒരേ സൈസിലുള്ള ഡോട്ട്സ് ഇട്ടിട്ട് അതിൻ്റെ 2 എഡ്ജും പോയിൻറ്റഡ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കോണിൻ്റെ ടിപ്പ് എപ്പോഴും നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മൈലാഞ്ചി തിങ്ങി നിറഞ്ഞ് നിൽക്കും, അപ്പോൾ പോയിൻറ്റഡ് ആയിട്ട് നമുക്ക് വരില്ല, അതിൻ്റെ അറ്റം കട്ടി കൂടി വരും. മൈലാഞ്ചി കോണിൻ്റെ എഡ്ജ് നീറ്റ് അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ആക്കണം, എന്നിട്ട് വേണം ഇങ്ങനെ പോയിൻറ്റഡ് ആക്കി കൊടുക്കുക. ഈ ഡിസൈൻസൊക്കെ പെർഫെക്റ്റ് ആയാൽ നമുക്കിന്നൊരു കോൺഫിഡൻസ് കിട്ടും. നമ്മളുടെ വർക്ക് നല്ല നീറ്റാന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടും. ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പോൾ വരച്ച വൈനിൻ്റെ ഒരു വേറൊരു ടൈപ്പ്, അതിന് ടിയർ ഡ്രോപ്പ് എന്ന് പറയും. അതായത് മഴത്തുള്ളീൻ്റെ ഒക്കെ ഒരു ഷേപ്പ്. നമ്മളൊരു ഡോട്ട് വരച്ചിട്ട് അതിൻ്റെ എഡ്ജ് ഒരു സൈഡ് മാത്രം ഒന്ന് പോയിൻറ്റഡ് ആക്കി കൊടുക്കുന്നത് ടിയർ ഡ്രോപ്പ്. ഇങ്ങനെ നമ്മൾ നേരത്തെ വരച്ച പോലെ ടിയർ ഡ്രോപ്പിൻ്റെ ഫ്ലവേഴ്സ് വരയ്ക്കാം, അതുപോലെ വൈൻ പാറ്റേണിൻ്റെ ടിയർ ഡ്രോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ 2 രീതിക്ക് വരയ്ക്കാം. ഒന്ന് ഡോട്ട് വരച്ചിട്ട് ഒരു എഡ്ജ് പോയിൻറ്റഡ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ തിൻ ലൈനിൽ നിന്ന് തുടങ്ങിയിട്ട് അറ്റത്തേക്ക് എത്തുമ്പോഴത്തേക്കും തിക്കാക്കി കൊടുക്കുന്ന രീതിക്ക്. അങ്ങനെ നമുക്ക് ടിയർ ഡ്രോപ്പ് വരക്കാം. ബിഗിനേഴ്സ് എപ്പോഴും ഡോട്ട് വരച്ചിട്ട് ഒരു എഡ്ജ് പോയിൻറ്റഡ് ആക്കി കൊടുക്കുന്ന രീതി നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും പെർഫെക്ഷൻ കിട്ടുക. ഒരു ആർട്ടിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ എലമെൻറ്റ്സും നമ്മളിന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ പറയണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.